ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഒന്ന് ആലോചിച്ചു നോക്കൂ, പുരാതനമായൊരു ഇതിഹാസം നമ്മുടെ ഇന്നത്തെ ഈ ആധുനിക ലോകത്തിന്റെ യാഥാർത്ഥ്യങ്ങളുമായി നേർക്കുനേർ വന്നാൽ എന്ത് സംഭവിക്കും? അത്തരമൊരു കഥയാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. കോണാർക്ക് സൂര്യക്ഷേത്രത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചുവെച്ച ഒരു വലിയ രഹസ്യത്തിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അതെ, ഈയൊരു ചോദ്യത്തിലാണ് നമ്മുടെ കഥയുടെ തുടക്കം. ഒരു വശത്ത് ടെക്നോളജിയും യുക്തിയും, മറുവശത്ത് വിശ്വാസവും വിധിയും. വെറുമൊരു വൈറൽ കണ്ടന്റിനായി ഓടുന്ന കുറച്ചുപേർ ഒരു ഇതിഹാസത്തെ പുനരുജ്ജീവിപ്പിക്കുമ്പോൾ അതിന്റെ ഫലം എന്തായിരിക്കും? അപ്പോൾ നമ്മുടെ കഥയിലെ പ്രധാനികളെ ഒന്ന് പരിചയപ്പെട്ടാലോ? സംഭവം രണ്ട് ടീമാണ്. ഒരു വശത്ത് തെളിവുകളും വൈറൽ വ്യൂസും മാത്രം ലക്ഷ്യം വെച്ച് നടക്കുന്ന മിസ്റ്ററി ഹണ്ടേഴ്സ് എന്ന യൂട്യൂബ് ടീം. മറുവശത്തോ ഒരു സാധാരണക്കാരൻ സുര. അയാളുടെ കയ്യിലുള്ളത് കുറച്ചു പഴയ വിശ്വാസങ്ങൾ മാത്രം. ഒരു ബന്ധവുമില്ലാത്ത ഈ രണ്ടു വഴികൾ ഒരേ ഇതിഹാസത്തിൽ എങ്ങനെ ഒന്നിക്കും? അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോ നമുക്ക് കഥയുടെ ആദ്യ ഭാഗത്തേക്ക് കടക്കാമല്ലേ? സ്ഥലം ഒഡീഷയിലെ ലോകപ്രശസ്തമായ കോണാർക്ക് സൂര്യക്ഷേത്രം. അവിടെയാണ് മഹാഭാരതത്തിലെ കർണന്റെ ദിവ്യകവചം ഒളിപ്പിച്ചിട്ടുണ്ട് എന്നൊരു കഥ പതുക്കെ പടർന്നു പിടിക്കുന്നത്. അപ്പോ എന്താണീ പറയുന്ന കവചകുണ്ടലം? കേട്ടിട്ടുണ്ടാവും അല്ലേ? മഹാഭാരതത്തിലെ സൂര്യപുത്രനായ കർണന്റെ ശരീരത്തിന്റെ ഭാഗമായിരുന്ന, ആർക്കും ഭേദിക്കാൻ പറ്റാത്ത ഒരു പടച്ചട്ടയാണിത്. അത് കിട്ടുന്ന ആൾക്ക് ഏതാണ്ട് ദൈവീകമായ ശക്തി തന്നെ കിട്ടുമെന്നാണ് വിശ്വാസം. ചുരുക്കി പറഞ്ഞാൽ ഇതാണ് നമ്മുടെ കഥയിലെ ഏറ്റവും വലിയ നിധി. അങ്ങനെയിരിക്കെയാണ് കോണാർക്ക് ക്ഷേത്രത്തിൽ നിന്ന് ആളുകളെ ദുരൂഹമായി കാണാതാവുന്നു എന്ന വാർത്ത പരക്കുന്നത്. ഇതോടെ കർണന്റെ കവചകുണ്ടലങ്ങളെക്കുറിച്ചുള്ള കഥകൾക്ക് കൂടുതൽ ശക്തിയായി. ഈ വാർത്ത കേട്ടറിഞ്ഞാണ് നമ്മുടെ രാഹുലും ആതിരയും ജിൻഡയും അടങ്ങുന്ന മിസ്റ്ററി ഹണ്ടേഴ്സ് ടീം അങ്ങോട്ട് വണ്ടിവിടുന്നത്. അവരുടെ ലക്ഷ്യം ഒന്നേയുള്ളൂ: ഈ രഹസ്യം കണ്ടെത്തി തങ്ങളുടെ ചാനൽ ഒരു സംഭവമാക്കണം. ഇവിടെയാണ് നമ്മുടെ കഥയിലെ ഒരു പ്രധാന ട്വിസ്റ്റ് വരുന്നത്. ആതിരയുടെ റിസർച്ചിലാണ് ആ രഹസ്യം പുറത്തുവന്നത്. ക്ഷേത്രത്തിലെ ആ ഭീമാകാരമായ 24 ചക്രങ്ങളില്ലേ, അതൊന്നും വെറുമൊരു അലങ്കാരമല്ല, മറിച്ചൊരു വലിയ രഹസ്യത്തിലേക്കുള്ള താക്കോലാണെന്ന് അവൾ കണ്ടുപിടിച്ചു. സൂര്യന്റെ വെളിച്ചവും നിഴലും ഉപയോഗിച്ച് അവരൊരു പുരാതന പസിൽ പൂർത്തിയാക്കി. ആ രഹസ്യവാതിൽ തുറന്നപ്പോൾ അവരെ കാത്തവിടെ ഒരാളുണ്ടായിരുന്നു, നമ്മുടെ സുര. അങ്ങേ അവര് ആ വലിയ ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് കടന്നു. പക്ഷെ അവർക്കൊരു കാര്യം അറിയില്ലായിരുന്നു, അതൊരു കെണിയാണെന്ന്. അതെ, അവിടെ നിന്നാണ് കഥ ശരിക്കും മാറുന്നത്. അവരകത്തേക്ക് കാലെടുത്തു വെച്ചതും ഠോ എന്നൊരു ഭയങ്കര ശബ്ദത്തോടെ ആ കവാടം അടഞ്ഞു. പുറത്തേക്കുള്ള വഴി പൂർണ്ണമായും അടഞ്ഞു. ആ അറ മുഴുവൻ മണലാണ്, ഒപ്പം അവിടെ നിന്നും കാണാതായവരുടെ അസ്ഥികൂടങ്ങളും. ശരിക്കും പറഞ്ഞാല് അവരവിടെ പെട്ടുപോയി. അപ്പോഴാണ് അവർക്ക് ഏറ്റവും വലിയ പണി കിട്ടുന്നത്.